ധരണീഗർഭസംഭൂതം വിദ്യുൽകാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം. കുമാരനും സുബ്രഹ്മണ്യനും ശക്തി എന്ന ആയുധം, വേലെന്ന ആയുധം കൈവശമുള്ളവനുമായ ആ ചൊവ്വയെ ഞാൻ നമസ്കരിക്കുന്നു. ചൊവ്വ പുരുഷരാശിയിൽ സഞ്ചരിക്കുമ്പോൾ നാം ചിന്തിക്കുന്നത് സുബ്രഹ്മണ്യനെയും, സ്ത്രീരാശിയിൽ ഫെമിനൈൻ സൈൻ സ്ത്രീരാശിയിൽ സഞ്ചരിക്കുമ്പോൾ ചിന്തിക്കുന്നത് സാക്ഷാൽ ഭദ്രകാളിയെയും ആകുന്നു. ചാമുണ്ഡി, ഭദ്രകാളി തുടങ്ങിയ തമോമൂർത്തികളെയാണ് ചൊവ്വ യുഗ്മരാശിയിൽ, സ്ത്രീരാശിയിൽ ഫെമിനൈൻ സൈനിൽ നിൽക്കുമ്പോൾ ചിന്തിക്കുന്നത്. പുരുഷരാശിയിലാകട്ടെ ഓജരാശിയിലാകട്ടെ സുബ്രഹ്മണ്യനെയും. 12 രാശികളിൽ 6 രാശികൾ ഓജരാശികളും 6 യുഗ്മരാശികളുമാകുന്നു. ഏതൊക്കെ രാശികളാണ് ഓജരാശികൾ അഥവാ പുരുഷരാശികൾ എന്ന് പ്രിയമുള്ള പ്രേക്ഷകർ അറിയുന്നത്? മേടം, മിഥുനം, ചിങ്ങം, തുലാം, ധനു, കുംഭം. ഈ 6 രാശികളാകുന്നു പുരുഷരാശി അഥവാ ഓജരാശി. ഈ ഓജരാശികളിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ ചൊവ്വ സുബ്രഹ്മണ്യൻ്റെ ഫലത്തെ പ്രദാനം ചെയ്യും. യുഗ്മരാശികളായ ഇടവം, കർക്കിടകം, കന്നി, വൃശ്ചികം, മകരം, മീനം ഈ രാശികൾ സഞ്ചരിക്കുമ്പോൾ സാക്ഷാൽ ചാമുണ്ഡി, ഭദ്രകാളി മുതലായ ദേവതകളെയും നാം ചിന്തിക്കുന്നു. ഇവിടെ ചൊവ്വ സ്വന്തം ക്ഷേത്രമായ മേടത്തിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് പ്രയാണം ആരംഭിച്ചിരിക്കുന്നു. 45 ദിവസക്കാലമാണ് ചൊവ്വ ഇടവൻ രാശിയിൽ നിൽക്കുന്നത്. ജൂൺ 20 ചൊവ്വയുടെ ഇടവൻ രാശിയിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. അത് ഓഗസ്റ്റ് മാസം 2-ാം തീയതി വരെ 43 ദിനങ്ങൾ ചൊവ്വ ആ രാശിയിൽ ഇടവൻ രാശിയിലേക്ക് വരുന്നു. ഇവിടെ ഇടവൻ രാശി ചൊവ്വയെ സംബന്ധിച്ചോളം സുക്ഷേത്രമാണ്. ശുക്രനും ചൊവ്വയും പരസ്പരം സുഹൃത്തുക്കളാണ്. ചൊവ്വാക്ഷേത്രത്തിൽ ശുക്രൻ വന്നാലും ശുക്രക്ഷേത്രത്തിൽ ചൊവ്വ വന്നാലും അല്ലെങ്കിൽ പരസ്പരം ക്ഷേത്രങ്ങൾ മാറി നിന്നാലും പല വിഷയങ്ങളിലും, പ്രത്യേകിച്ച് സ്ത്രീ വിഷയങ്ങളിൽ അത്ര നല്ലതല്ല. ഇവിടെ ചൊവ്വയുടെ ആശ്രയഫലം എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കണം. ഇടവരാശിയിൽ ചൊവ്വ നിൽക്കുമ്പോൾ യുവതി ജിതാൻ സുഹൃക്ഷു വിഷമാൻ പരദാരരതാൻ കുഹക സുവേഷ ഭീരു പരുഷാൻ സിതഭേ ജനയേത്. യുവതികൾ തന്നെ ജയിക്കുമെന്നാണ്, അല്ലെങ്കിൽ തനിക്ക് യുവതികളെ ജയിക്കാം. സുഹൃത്സു വിഷമാൻ സൗഹൃദത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പരദാരരതാൻ അന്യരുടെ സ്ത്രീകളെ ആഗ്രഹിക്കും. ഭീരു പരുഷാൻ വളരെ പരുഷത്തോടുകൂടി പെരുമാറും. പാരുഷ്യത്തോടുകൂടി പരുഷമായി പെരുമാറും. പാരുഷ്യത്തോടുകൂടി പെരുമാറും. ഭീതനാകും. ഇതൊക്കെയാണ് ഇടവൻ രാശിയിലെ ചൊവ്വയുടെ ഫലം. അതിനാൽ നാം മേടം മുതൽ 12 രാശിക്കാരുടെയും ഇടവൻ രാശിയിലേക്കുള്ള ചൊവ്വയുടെ 43 ദിവസത്തെ പ്രയാണം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയത്തെ ചർച്ച ചെയ്യുന്നു. പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. മൂലപുരാണ ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ ധനുരാശിക്കാർക്ക് ചൊവ്വ നിൽക്കുന്നത് അതിശക്തമായ 6-ാം ഭാവത്തിലാണ്. അതിശക്തമാണ്. ബലവാൻ ശത്രു ജിതശ്ച ശത്രുയാതെ. ബലവാനും ശത്രുക്കളെയും ജയിക്കും. പലപ്പോഴും ചൊവ്വ വളരെയധികം ഉത്സാഹത്തോടുകൂടി ഊർജ്ജസ്വലതയോടൊരു കാര്യങ്ങൾ ചെയ്ത് വലിയ അനുഭവങ്ങൾ ഉണ്ടാക്കാൻ ഈ സമയം പ്രാപ്തമാക്കും ധനുരാശിക്കാരെ എന്നറിയണം. ശാരീരികമായി വളരെ ശ്രദ്ധിക്കണം. ഡിസ്ക്, നടുവേദന വളരെയധികം വരും. പാദങ്ങൾക്ക് വൈകല്യങ്ങൾ വരിക, ഇടത്തെ കണ്ണുമായി ബന്ധപ്പെടുന്ന ക്ലേശങ്ങൾ ഉണ്ടാവുക. അതിനുമപ്പുറം സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. ഭൂമി വിവാദങ്ങൾ ഉണ്ടാകാം. അച്ഛനും മക്കളും തമ്മിൽ വ്യാപാര വിഷയത്തിലും ഭൂമി വിഷയത്തിലും വിവാദങ്ങൾ ഉണ്ടാകാം. മക്കൾ ശത്രുക്കളാകും. കാരണം ചൊവ്വയ്ക്ക് 5-ാം ഭാവാധിപത്യമുണ്ട്. 5-ാം ഭാവാധിപനാണ്, സന്താനപതിയാണ് ചൊവ്വ. അതിനാൽ പലപ്പോഴും പരുഷത പ്രകടിപ്പിക്കും സന്താനങ്ങളോട്. അങ്ങനെ അച്ഛനും മക്കളും തമ്മിലുള്ള ദ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഇൻ ഫാമിലി ലൈഫ് ദാറ്റ് ഷുഡ് ബി ഹാപ്പൻ. അതിനാൽ ആ വിഷയം വളരെ ജാഗ്രത പാലിക്കുക. ഇവിടെ മക്കളുമായി ഐക്യമത്യം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അല്ലാതെ ചൊവ്വ ശത്രുക്കളെ നശിപ്പിക്കും. മക്കളെ നശിപ്പിക്കരുത്. മക്കളുമായി ശത്രുത ഉണ്ടാക്കാൻ പാടില്ല. കാരണം ചൊവ്വയാണ്, പെട്ടെന്ന് എടുത്തു ചാടും. ധനരാശിക്കാരുടെ സ്വഭാവം തന്നെ എന്താണ്? ബന്ധുദ്യുട്ട്, ബന്ധുക്കളോട് ദ്വേഷിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ന ബലാൽ സമയതിജ വശം സാമ ഏക സാധ്യ അശ്വഹ. ഉപായത്തിലൂടെ മാത്രം അടുത്തു വരുന്നവരാണ് ധനുരാശിക്കാർ. അതിനാൽ ശ്രദ്ധിക്കുക, ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകട്ടെ. ഇവിടെ നിർബന്ധമായും ഈ ചൊവ്വ ദേഹവിഷയത്തിലേക്ക് ദേഹമുട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ നടത്താം. 6-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ ന തിഷ്ഠന്തി ഷഷ്ടേ അരേഹ അങ്കാരകേ വൈ തദങ്കേരിത സങ്കരെ ശക്തിമന്ത. ശത്രു തന്നെ മുന്നിൽ നിൽക്കില്ല എന്നാണ് ചമത്കാരി ചിന്താമണി പറഞ്ഞിരിക്കുന്നത്. മനീഷ സുഖി മാതുരോ വന്ന തദ്വൽ. അമ്മാവന്മാർക്ക് ബുദ്ധിമുട്ട് വരും.
നല്ല ബുദ്ധി പ്രകടിപ്പിക്കും. ബുദ്ധിയേക്കാളും പരാക്രമമാണ് കൂടുതൽ പ്രകടിപ്പിക്കും. വിലിയേത വിത്തം ലഭേതാഭി ഭൂരി. ധാരാളം കാശ് വരും, പക്ഷേ എത്ര ലഭിച്ചാലും വിലിയേത അത് ചെലവാക്കും, ദുർവ്യയം ചെയ്യും. ചൊവ്വ നോക്കുന്നത് 12ാം ഭാവത്തിലാണ്, വ്യയസ്ഥാനത്തേക്ക് നോക്കുന്നു. അതിനാൽ ചൊവ്വ പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കാനൊക്കെ പ്രാപ്തനാവുക, പല കാര്യങ്ങളിലും മധ്യസ്ഥത വഹിക്കുക, ഇങ്ങനെയുള്ള വലിയ കലാപരിപാടികളൊക്കെ ചൊവ്വ ധനുരാശിക്കാർക്ക് സപ്പോർട്ട് ചെയ്യുന്ന സമയമാണെന്നറിയുക. അതിനാൽ ചെറിയ ചെറിയ ദോഷങ്ങൾക്ക് പരിഹാരം കാണുക, മുന്നോട്ട് നീങ്ങുക. നമസ്തേ.